എല്ലാ മനഃപ്രശ്നർക്കും എൻ്റെ പുതിയ പുത്തൻ റിവ്യൂ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഇന്ത്യൻ 2ൻ്റെ വിശേഷങ്ങളാണ്. നമ്മുടെ കമൽഹാസൻ സാറിൻ്റെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവാണ്. വിശ്വരൂപം, പിന്നെ നമ്മുടെ ദശാവതാരം, പിന്നെ പാപനാശം, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളിലൂടെ നമുക്ക് അറിയാവുന്ന ഒരു കലാകാരനാണ്. സൂപ്പർ സ്റ്റാർ തമിഴ് ആക്ടറാണ് കമൽഹാസൻ സാർ. മലയാളത്തിൽ സംസാരിക്കും, ഇൻ്റർവ്യൂലൊക്കെ പ്രസ് മീറ്റൊക്കെ കണ്ടിരുന്നു മലയാളത്തിൽ സംസാരിക്കുന്നത്. അങ്ങനെ ഗംഭീരമാണ്. അപ്പോൾ പടത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ക്ലീൻ ഫാമിലി ത്രില്ലർ, എൻഗേജിങ് ത്രില്ലറാണ്. ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങൾ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയമാണെങ്കിലും വേർസ്റ്റൈലായിട്ടുള്ള അഭിനയങ്ങളാണ്. ഒരു ജനപ്രിയ അഭിനയം എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ഫേസിൽ വരുന്ന മാറ്റങ്ങളാണെങ്കിലും മാനറിസം ആണെങ്കിലും ഡയലോഗ് ഡെലിവറി ആണെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് വരുത്തേ പറ്റുള്ളൂ. നമ്മുടെ കമൽഹാസൻ സാറിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. മസ്റ്റായിട്ട് ഫൈറ്റ് ആണെങ്കിലും വയലൻസ് ആണെങ്കിലും എൻഗേജിങ് ആണ്. കട്ട് ചെയ്ത് ഇനി നമുക്ക് പ്രശസ്ത മിമിക്രി താരവും എൻ്റെ സഹചാര സഞ്ചാരിയുമായിട്ടുള്ള ആട്ടായി തുടങ്ങി. എന്തായാലും ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. കാരണം ഒരു ഗംഭീര സിനിമയായിരുന്നു ഇന്ത്യൻ. ഇപ്പോഴത്തെ പടം എങ്ങനെയാണ്? അല്ല, ആ ഒരു സിനിമയിലെ താത്ത എന്ന ക്യാരക്ടർ നമ്മുടെ ചങ്കി കിടക്കുവാണ് അല്ലേ. അപ്പൊ അതിന്റെ 2 വരുന്ന പറയുമ്പോൾ നമുക്ക് എല്ലാവരും പറഞ്ഞു വരട്ടെ. അത് വരുന്ന പറയുമ്പോൾ നമുക്ക് ആകാംക്ഷയായിരുന്നു. വെളുപ്പിന് 6 മണിക്ക് ഷോ തുടങ്ങി അല്ലേ, 10 മണിക്ക് കയറുന്നു. പടം ഒരു ലാഗ് ഇല്ലാണ്ട് കണ്ടു തീർന്നു. ചിലവര് നെഗറ്റീവ് പറയുന്നത്. എന്തിനാണ് നെഗറ്റീവ് പറയുന്നത്? കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. കാരണം ഒരു ശങ്കർ സാറിന്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമകളാണ് ശങ്കർ സാർ ചെയ്യുള്ളൂ അല്ലേ. കാരണം ഞാനൊക്കെ ചെറുപ്പത്തിൽ ജെന്റിൽമാനും കാതലിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട പടങ്ങളാണ്. അതൊന്നും അദ്ദേഹത്തിന്റെ പടങ്ങൾ വ്യത്യസ്തത ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഒരു സമൂഹത്തിന് നടക്കുന്ന തിന്മകൾ ചൂണ്ടിക്കാണിക്കുകയാണ് അദ്ദേഹം. തിന്മകള് അതൊക്കെ കാണിക്കുന്ന ഒരു സിനിമയാണ്. സെന്റിമെന്റ്സ് ഒക്കെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്ന സെന്റിമെന്റ്സ് ഉണ്ട്. പിന്നെ കമൽഹാസൻ സാർ എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രമായിട്ട് മാറിയിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് നമ്മുടെ AR റഹ്മാൻ സാറിന്റെ ഗാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് വിഷമമുണ്ട്. അനിരുദ്ധാണ് ചെയ്തിരിക്കുന്നത്. നല്ല പാട്ടാണ്. പക്ഷെ AR റഹ്മാൻ സാറിന്റെ പാട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഫൈറ്റ് വേറെ ലെവലാണ്. കാരണം ഫൈറ്റ് പിന്നെ ഒരു സിനിമയിൽ എന്റെ ലുക്കുള്ള ഒരാൾ എന്റെ മുടിയുള്ള ഒരു ഡൂപ്പ് ഉറങ്ങിയൊന്നുമല്ല. ഞാൻ ഉറങ്ങിയൊന്നും ചെയ്തില്ല. ഉറക്കക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 ദിവസം പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതുകൊണ്ടാണ്. എന്തായാലും നല്ലൊരു സിനിമ കാണാൻ സാധിച്ചു എന്ന് പറയാം. ഗംഭീരമായിട്ട്. റേറ്റിംഗ് ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം ഞാൻ രാവിലെയാണ് ഷോ കണ്ടത്. ഇനിയിപ്പോ ഇന്നത്തെ ഇത് അനുസരിച്ചാണ് റേറ്റിംഗ് എന്നാലും കൂടുള്ളൂ. കാരണം സർവകലാവല്ലഭനായിട്ടുള്ള കമൽഹാസൻ സാറിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 3.9.